സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ അറിയാം. അപ്പോൾ ആ കാര്യം തന്നെ ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും എല്ലാം ഒരു പ്രതീകമാണ് മമ്മൂക്ക എന്നുള്ളതും മമ്മൂക്ക മലയാളത്തിൻ്റെ മൂത്തവനാണ് ഇതിഹാസമാണെന്നും ഒക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു കരുതലിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടുള്ളൊരു മമ്മൂക്ക അദ്ദേഹം കരുതൽ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർക്കും അതേപോലെ തന്നെ പണത്തിന് മുന്തിയ ആളുകൾക്ക് മാത്രമല്ല സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും അദ്ദേഹം കരുതൽ കൊടുക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒന്നുമില്ലാതെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ഒരു നേരത്തെ ചികിത്സയ്ക്കോ ഒരു നേരത്തെ ആഹാരത്തിനോ വകയില്ലാത്ത ഒരുപാട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം ഒരു നല്ല രീതിയിലുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ഒരുപാട് ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് നല്ല പ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിന് ഓരോ വാത്സല്യം അങ്ങനെ ഓരോ പേരുകളിൽ അത് അറിയപ്പെടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ഈ കഴിഞ്ഞ ദിവസം ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ട് അവിടെ വന്നതും മമ്മൂക്കയുടെ ആ ലുക്കും എല്ലാം നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ അറിയാൻ പറ്റും. മമ്മൂക്ക കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും ആ സ്റ്റേജിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മമ്മൂക്ക ഇട്ടുകൊണ്ട് വന്ന ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും ഒക്കെ കാര്യങ്ങളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. അതിൽ ആ ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും റേറ്റ് ഏകദേശം 4000 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ടെന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഇടുന്ന ഷർട്ടുകൾ ഒരുപാടല്ല 1 ലക്ഷത്തിനും 1 കോടിക്കും ഒക്കെ അടുത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. അതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. മമ്മൂക്കയും അങ്ങനെ ഒരുപാട് കൺസേൺഡ് ആണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലുമെല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അത്രയും ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന് കെട്ടിയൊരുങ്ങി നടക്കണമെന്നൊന്നുമില്ല. അദ്ദേഹം ചെയ്യുന്നത് അല്ലെ അദ്ദേഹം ഇടുന്നതൊക്കെ തനിക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെ തൻ്റെ ശരീരത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പം അങ്ങനെ ഒരു എന്ത് വേണമെങ്കിലും വാങ്ങാനുള്ള കാശ് ഇഷ്ടം പോലെ ഉണ്ട്. അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വാല്യൂവിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയിൽ കൂടിയും അഭിനയ വൈഭവത്തിൽ കൂടിയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു കാശാണ്. നമുക്ക് അതിനെപ്പറ്റി അളക്കാനോ അതിനെ തിട്ടപ്പെടുത്താനോ ഒന്നും നമുക്ക് കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അവകാശവുമില്ല. അപ്പം അങ്ങനെ മമ്മൂക്ക ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യും. മമ്മൂക്ക ആ ഷർട്ടിനെ പറ്റി തന്നെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ പറയുന്നൊരു കാര്യവും നമ്മൾ കണ്ടതാണല്ലേ. അപ്പം മമ്മൂക്ക അവിടെ വെച്ച് പറഞ്ഞത്, എനിക്ക് ഈ ഷർട്ട് കൊണ്ട് തന്നത് ഒരു ഷർട്ട് കൊണ്ട് തന്നതൊന്ന് ഇടാമോ എന്ന് ചോദിച്ചു. ഞാനെടുത്തങ്ങ് ഇട്ടു, ഇനിയും തരുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് സൂയി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് എന്നുള്ളൊരു കാര്യം മമ്മൂക്ക അവിടെ വെച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരൊരു ബ്രാൻഡ് ഒരു പെൺകുട്ടികൾ നടത്തുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ മമ്മൂക്ക ഇട്ടുകൊണ്ടുവന്ന ഷർട്ട്. അപ്പോൾ ആ ഷർട്ട് മമ്മൂക്കയ്ക്ക് അവർ സമ്മാനമായിട്ട് നൽകുകയും മമ്മൂക്ക ഒരു പരിപാടിയിൽ വരുമ്പോൾ ഈ ഷർട്ടൊന്ന് ഇടണം, ഞങ്ങൾക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്ന് പറയുകയും മമ്മൂക്ക ഒരു പ്രതിഫലവും വാങ്ങാതെ ആ ഷർട്ട് വാങ്ങി ആ ഷർട്ട് ഇട്ടുകൊണ്ട് അവർ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ വന്നൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞല്ല, ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ശരിക്കും ഇതൊന്ന് സത്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ അതിനുള്ളൊരു തെളിവ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ആ പെൺകുട്ടി ആ ബ്രാൻഡിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് മലയാളികൾക്ക് ഇങ്ങനത്തെ സ്റ്റൈലൊന്നും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ മമ്മൂക്ക കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എനിക്ക് രാവിലെ ഷാനിക്കാന്ന് റീൽ അയച്ചിരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ മമ്മൂക്കൻ്റെ അടുത്ത് ഡ്രസ്സ് എത്തിച്ചത്? ഇല്ല, ഈ ഷർട്ട് നമ്മൾ അവാർഡ് കിട്ടിയപ്പം കൈരളിയുടെ ജ്വാല എന്ന് പറഞ്ഞിട്ടുള്ള യങ് വുമൻ ഓൺട്രപ്രണർ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവാർഡിൻ്റെ സമയത്ത് നമ്മൾ മമ്മൂക്കൊക്കെ സ്റ്റേജിൽ നിന്ന് കൊടുത്തതാണ്. അപ്പം അതിന് മുന്നേ നമ്മളൊരു ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കൊക്കെ അത് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അന്ന് തന്നെ മമ്മൂക്ക പറഞ്ഞ് എന്തായാലും ഞാൻ ഇടുന്നു പറഞ്ഞു. അപ്പം ഇത്ര പെട്ടെന്ന് ഇടുന്നു നമ്മൾ വിചാരിച്ചില്ല. എനിക്കൊന്ന് കപ്പിൾ ഓഫ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ മമ്മൂക്ക ഇട്ടു. പിന്നെ ഞാൻ ഉറങ്ങുന്നിരുന്നു. ഇല്ല, നമ്മൾ അറിഞ്ഞില്ല. അതായത് ഇന്ന് ഈവനിങ് ആണല്ലോ ഇടുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ മെസ്സേജ് നോക്കിയപ്പോഴാണ് ഷാനിക്കേന്റെ മെസ്സേജ് കണ്ട ഒരു റീലിൽ നോക്കുമ്പോഴാണ് നമ്മളെ ഷർട്ട്. അപ്പോഴാണ് രാവിലെ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കുറെ ഓർഡേഴ്സ് വരാൻ തുടങ്ങി, കുറെ കോൾസ് വരാൻ തുടങ്ങി. എല്ലാവർക്കും ഈ ഷർട്ട് ഉണ്ടോന്ന് അറിയണോ, ഈ ഷർട്ട് എങ്ങനെയാണെന്ന് അറിയണോ. അങ്ങനെ മമ്മൂക്കയ്ക്ക് തന്നെ പെർട്ടിക്കുലർലി കൊടുക്കണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടാണോ, അത് മമ്മൂക്കൻ്റെ സ്റ്റൈൽ ഇഷ്ടമായിട്ടാണോ ആസ് ഡിസൈനേഴ്സ്? അങ്ങനെ നമ്മളിത് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി കൊടുത്ത ഷർട്ട്സ് മമ്മൂക്കനെ മനസ്സിൽ കണ്ടിട്ട് ചെയ്തതായിരുന്നു. 2 ഷർട്ട്സ് നമ്മൾ മതിലുകൾ ഇൻസ്പിറേഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കസ്റ്റം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇപ്പൊ പ്രൊഡക്റ്റ് ലൈനിലുണ്ട്. അത് കണ്ടില്ലേ, അതായത് മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് വേദിയിൽ വെച്ചിട്ട് തങ്ങൾ ഈ ഷർട്ട് സമ്മാനിക്കുകയും അത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ മമ്മൂക്ക ഷർട്ട് ഇടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് കാശിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കൂട്ടിയതല്ല. അദ്ദേഹത്തിന് ഷർട്ട് അവർ സമ്മാനമായിട്ട് നൽകി. അദ്ദേഹം ആ ഷർട്ട് അവരോട് പറയാതെ പോലും ഒരു പൊതുവേദിയിൽ ഇട്ടുകൊണ്ട് വരികയാണ്. അതായത് അവിടെയും അദ്ദേഹം ചിന്തിക്കുന്നത് താൻ ഇട്ടിരിക്കുന്ന ഷർട്ട് 4000 രൂപയുടെ വിലയുള്ളതാണ്, അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഷർട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോട്ടും സ്യൂട്ടും ഇട്ട് കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ വരാം. എന്നാൽ ഇത്രയും സിമ്പിളായിട്ട് ആ ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് അദ്ദേഹം അവിടെ വന്നപ്പോൾ ആ ഷർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈനിങ് ഒക്കെ വരുന്നത് ചിരട്ടയുടെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്നും അതിൻ്റെ
ബട്ടൺസ് വരുന്നത് ചിരട്ട കൊണ്ടുള്ള ബട്ടൺസ് ആണെന്നുമൊക്കെയാണ് ഞാൻ ഈ ക്രോണോഗ്രാഫി അങ്ങനെ ഈ ഷർട്ടുകളെ പറ്റിയും സെലിബ്രിറ്റീസ് ധരിക്കുന്ന സാധനങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരാൾ പറഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ആ ഷർട്ട് ഇട്ടുകൊണ്ട് വരികയും ആ ഷർട്ടിന് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന് അവിടെ തന്നെ ഒരു വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഛേദമില്ലാത്തൊരു ഉപകാരം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യമാണ് മമ്മൂക്ക ചെയ്തതെങ്കിലും ആ ഒരു ചെറിയ കാര്യത്തോടു കൂടി ജീവിതം കളറായിട്ടുള്ള 2-3 ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു ഷർട്ടോ എന്തുമായിക്കോട്ടെ, ഒരു സ്പൂൺ ആയിക്കോട്ടെ, ഒരു ചെറിയൊരു മുട്ടുസൂചി ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ ഫലം, കഷ്ടപ്പാടിന് ഫലം കണ്ടൊരു നിമിഷമായിരുന്നു മമ്മൂക്ക ആ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എത്തിയപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ആ വേദിയിൽ ആ ഷർട്ട് ഇട്ടുകൊണ്ട് അടിച്ച് പൊളിച്ച് നടക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരെ നല്ല ചുള്ളൻ ചെറുക്കനായിട്ട് മമ്മൂക്ക നടക്കുന്നു. ആ ഒരു ഷർട്ടിൽ, ഒരു പ്ലെയിൻ ഷർട്ടിൽ അത്രയും ലുക്കോടുകൂടി മമ്മൂക്ക നടക്കുന്നത് കണ്ടപ്പോൾ ആ ഷർട്ട് ഇടണമെന്ന് തോന്നിയിട്ടുള്ള ആഗ്രഹം തോന്നിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ ഒരു കമ്പനി, ആ ഒരു ബ്രാൻഡിലുള്ള ആളുകളെ വിളിച്ചിട്ട് ഈ ഷർട്ട് എങ്ങനെയാണ്, അത് എവിടെ കിട്ടും, എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, ഒരുപാട് കച്ചവടം നടന്നു എന്നാണ് പറയുന്നത്. ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് ഒരുപാട് കച്ചവടം നടന്നു എന്നാണ് പറയുന്നത്. അതായത് മമ്മൂക്ക ജസ്റ്റ് ഇട്ടുകൊണ്ട് വന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ അതിനൊരു പ്രൊമോഷൻ കിട്ടി. അല്ലാതെ വലിയ പരസ്യമായിട്ട് ഇത് സൂയി ബ്രാൻഡാണ്, ഇതിന് ഇത്രയുമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ഇട്ടതാരാണെന്നുള്ളത് നോക്കിയാൽ മതി. ആ ഒരു ബ്രാൻഡ്, ഒരു ഷർട്ട്, ഒരു തുണി ഏതുമായിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിൻ്റെ തോളത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ബ്രാൻഡായി ആ ബ്രാൻഡ് വലിയ രീതിയിലേക്ക് വളർന്നു പോകുന്നൊരു കാഴ്ചയും കൂടെ നമ്മൾ കാണുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിഹാസം നമ്മൾ പറയുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ മമ്മൂക്കയെ പറ്റി പിന്നീട് സിബി മലയിൽ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നീട് അതിനുശേഷം സിബി മലയിൽ മമ്മൂക്കയെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. മമ്മൂക്ക ഇന്നും എന്നും എപ്പോഴും നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ചെറുപ്പക്കാരുടെ കൂടെ സിനിമ ചെയ്താലും, അദ്ദേഹം മറ്റേതൊരു പ്രായമുള്ളവരുടെ കൂടെ വീഡിയോ ചെയ്താലും അദ്ദേഹം എന്നും എപ്പോഴും നമ്മളെ എല്ലാവരെയും ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കഥാപാത്രം, അല്ല അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നതെന്നാണ് സിബി മലയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്കുകൾ കൂടി നമുക്ക് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. മമ്മൂട്ടി ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും ചെയ്യുന്ന ഓരോ സിനിമകളും, ഇപ്പോൾ പുതിയ പിള്ളേരുടെ കൂടെ ചെയ്യുമ്പോഴും അവരെക്കാളും അപ്ഡേറ്റഡാണ് അദ്ദേഹം. മമ്മൂട്ടിയാണ്. സിനിമയെക്കുറിച്ച്, വേഷങ്ങളെക്കുറിച്ച്, ഫാഷനെക്കുറിച്ച്, എന്താണ് പുതിയ ഗാഡ്ജറ്റ്സുകളെക്കുറിച്ച് എന്നും എപ്പോഴും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്നല്ല, ഒരു വ്യക്തിയെ നമുക്ക് അപൂർവമായിട്ട് കണ്ടെത്താൻ കഴിയും. കണ്ടില്ലേ? അതായത് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാണാൻ കഴിയുന്നൊരു വ്യക്തി അത് മമ്മൂക്കയാണ്. അത് ഡ്രസ്സായിക്കോട്ടെ, ഉപകരണങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പാഷനായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അത് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിക്ക് പകരം വേറൊരാളും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് സിബി മലയിൽ അവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുമ്പോഴും ഈ പെൺകുട്ടികൾ, അതായത് ഈ പറയുന്ന ഡ്രസ്സ് കൊടുത്തിട്ടുള്ള പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഏകദേശം എത്തിച്ചേരാൻ പറ്റുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അഭിനിവേശത്തിലും മമ്മൂട്ടിയുടെ ആ ഉള്ളിലുള്ളൊരു കരുണയിലുമൊക്കെയാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് കോടികൾ അല്ലെ ഒരുപാട് ലക്ഷങ്ങൾ വില മതിക്കുന്ന ഡ്രസ്സുകൾ ഇടാമായിരുന്നിട്ടും ആ കുട്ടികൾ കൊടുത്ത ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മമ്മൂക്ക അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, അല്ലെ തന്നെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്ന് അവരുടെ ബ്രാൻഡ്, അവരുടെ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് തന്നെ അവരെ അംഗീകരിച്ച് വിടാമെന്നുള്ള രീതിയിൽ ചിന്തിച്ചതായിരിക്കണം. അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം മമ്മൂക്ക എല്ലായ്പ്പോഴും മലയാള സിനിമയിലായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, തൻ്റെ മുൻപിൽ വരുന്ന ആരെയും വിഷമിപ്പിച്ച് വിടുന്നൊരു കാര്യം നമ്മൾ കണ്ടിട്ടില്ല. ആര് വന്നാലും അവരെ എല്ലാവരും സന്തോഷിപ്പിച്ചേ വിട്ടിട്ടുള്ളൂ. തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ പോലും അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത് അവരെ കൂടി മലയാള സിനിമയിലും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തുമൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. താൻ വളർന്നു വന്ന, അല്ലെ താൻ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളെ പറ്റിയോ അല്ലെ താൻ സഞ്ചരിക്കുന്ന വഴികളെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള, പിന്നിട്ട് വന്ന ഓരോ വഴികളെ പറ്റിയും കൃത്യമായിട്ട് ബോധ്യമുള്ള തന്നെ അവിടേക്ക് ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത് അവരെയൊക്കെ എല്ലാവരുടെയും മുൻപിലേക്ക് കാണിക്കണം. എല്ലാവരും അറിയണം. തൻ്റെ കാലഘട്ടത്തിൽ, അതായത് താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ എല്ലാവരും അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മമ്മൂട്ടി യുഗം. ആ മമ്മൂട്ടി യുഗം ഇപ്പോൾ കാണിച്ചു വെക്കുന്ന ഓരോ പ്രവൃത്തികളും അത് ഏതൊക്കെ നടന്മാരെ വെച്ച് നമ്മൾ നോക്കിയാലും അതെല്ലാത്തിനേക്കാളൊക്കെ മുകളിലാണ്. അതിന് മോഹൻലാൽ ആയിക്കോട്ടെ, ഇനിയും വേറെ ഏത് സുരേഷ് ഗോപി, ആരുമൊക്കെ വന്നാലും, ഏതൊരു അന്യഭാഷയിൽ നിന്നുള്ളൊരു നടൻ വന്നാലും അവരാരും ചെയ്യാത്ത ഒരുപാട് നല്ല പ്രവൃത്തികൾ മമ്മൂക്ക ചെയ്യുന്നുണ്ട്. ആസ് എ മനുഷ്യൻ എന്ന നിലയിൽ, ആസ് എ ഹ്യൂമൻ എന്ന നിലയിൽ മമ്മൂക്ക ചെയ്യുന്ന പ്രവർത്തികൾ, ആസ് എ ആക്ടർ എന്ന നിലയിൽ മമ്മൂക്ക ചെയ്യുന്ന പ്രവർത്തികൾ, പിന്നെ ബാക്കി ഏതൊക്കെ നമ്മൾ പേരിൽ വിളിച്ചാലും അതൊന്നും അത്ര അങ്ങോട്ട് അതിനടുത്തേക്ക് വരില്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളുമെല്ലാം
വാക്കുകൾക്കൊക്കെ അതീതമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മൾക്ക് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാഷനിൽ അദ്ദേഹം ജീവിക്കുന്നു. അതോടൊപ്പം താൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ തനിക്കൊപ്പം നിന്നവരെയും അദ്ദേഹം കരപിടിച്ചുയർത്താൻ അല്ലെ കൈ പിടിച്ചുയർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ളൊരു മമ്മൂക്കയെ നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ പറ്റുക? അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ ചിത്രം ഓസ്കാർ അക്കാദമിയിൽ ഇന്ന് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇനി ഒരു ഓസ്കാർ അവാർഡ് കൂടി കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.